ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ITI ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മളുടെ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അവരാണ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അഡ്വർടൈസ്മെന്റ് നമ്പർ CEPT-11 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജനുവരി മാസം 1-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആണ്. ജനുവരി 1-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്ഷൻ വിൻഡോ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാം. ജനുവരി 4 തൊട്ട് 6-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ കറക്ഷൻ ചെയ്യാം. അതുപോലെ ഫീ നിങ്ങൾക്ക് ഇപ്പൊ 1-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഇടുന്നുണ്ടെങ്കിൽ 3-ാം തീയതി വരെ നിങ്ങൾക്ക് എന്താ ഫീ പേയ്മെന്റിനുള്ള അവസരമുണ്ട്. അതേപോലെ നമ്മൾ 2 ടയർ ഒക്കെ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. CBT 1 എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞത് അതുപോലെ 2 പോസ്റ്റാണ് ഉള്ളത്. ഒന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനും അതുപോലെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ITI കാൻഡിഡേറ്റ്സിനും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ബിടെക്കാർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ITI ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ITIക്കും, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ ഡിപ്ലോമക്കും. ഡിപ്ലോമ പ്ലസ് ബിടെക് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഡിപ്ലോമ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കമ്പൽസറി ആണ്. അപ്പൊ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി, അത് ഗ്രൂപ്പ് ബി, നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ്. 35,400 തൊട്ട് 1,12,400 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, കമ്പൽസറി ആണ്. ഓക്കെ, അതെവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അടുത്ത ഇലക്ട്രിക്കലിന്റെ ക്വാളിഫിക്കേഷൻ വേക്കൻസീസിലേക്ക് വരുവാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 11 വേക്കൻസിയാണ് ഉള്ളത്. ഇനി പോസ്റ്റ് കോഡ് 107 നോക്കി കഴിഞ്ഞാലോ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 47 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. നല്ലൊരു വേക്കൻസി തന്നെയാണ് ഇത്. കാരണം ഓൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും നമ്മളെ മുന്നത്തെ കുറെ വീഡിയോസ് PSUസിലൊക്കെ എന്താ അപ്ലിക്കൻസ് ഒക്കെ കുറവാണെന്നുള്ള രീതിയിൽ അല്ലെ. അപ്പോൾ ഡിപ്ലോമക്ക് മാത്രമേ അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്ലിക്കൻസ് അവിടെ കുറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ IT ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ടെക്നീഷ്യൻ ഗ്രൂപ്പ് സി, നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ആണ്. അപ്പൊ അവിടെ എത്ര 19,900 തൊട്ട് 63,200 വരെയാണ് അവിടെ സ്കെയിൽ ഒക്കെ അവിടെ വന്നിട്ടുള്ളത്. ഇതും എന്താ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ IT ആണ് ക്വാളിഫിക്കേഷൻ. IT ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഡിപ്ലോമക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അത് കൂടാണ്ട് ITI പ്ലസ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇലക്ട്രീഷ്യന്റെ പോസ്റ്റിലേക്കാണെങ്കിൽ അവിടെ 30 വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. 30 വേക്കൻസീസ് അവിടെ ഉണ്ട്. അപ്പോ ക്വാളിഫിക്കേഷൻ എന്താ, SLC പ്ലസ് സർട്ടിഫിക്കറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ITI ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ഓർ ഇലക്ട്രിക്കൽ ഫിറ്റർ ട്രേഡ്. 30 വേക്കൻസീസ് ആണ് എന്ത് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തത് സർവീസ് കണ്ടീഷനും അതുകൂടാതെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അത് നമ്മൾ ആ ഒരു ഇത് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓൾറെഡി പറഞ്ഞു. നാഷണാലിറ്റി, ഏജ് ലിമിറ്റ് 18 തൊട്ട് 28 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം 32 ഉണ്ടായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട് 2022 നോട്ടിഫിക്കേഷനിൽ. അപ്പൊ അവിടെ 18 തൊട്ട് 28 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിന്റെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഏജ് റിലാക്സേഷൻ തന്നെയാണ്. പിന്നെ അവിടെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫീ ആണ്. അപ്ലിക്കേഷൻ ഫീയുടെ കേസിൽ നിങ്ങൾക്ക് എന്താ ടോട്ടൽ ഫീ ഇപ്പം അൺറിസർവ്ഡ് OBC, EWS, MSP കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 750 രൂപ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം. അതിൽ 250 രൂപ അപ്ലിക്കേഷൻ ഫീ, 500 രൂപ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവുന്നുണ്ടാവും. കറസ്പോണ്ടിങ് അത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കേസിലാണ്. വുമന്റെ കേസിൽ 500 രൂപയാണ്. 500 രൂപ റീഫണ്ടബിൾ ആവും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ടെക്നീഷ്യന്റെ കേസിലാണെങ്കിൽ 600 രൂപ നിങ്ങൾ അവിടെ അടക്കണം. ജനറൽ OBC, EWSന്റെ കേസിൽ 100 രൂപ അപ്ലിക്കേഷൻ ഫീ, 500 റീഫണ്ട് ആവും. വുമൻ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ SST, PW കാൻഡിഡേറ്റ്സ് കേസിൽ 500 റീഫണ്ട് ആവും. ഓക്കെ, അതെന്തുകൊണ്ടാണ് റീഫണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവുന്ന വെച്ചാൽ നമ്മൾ അവിടെ അപ്ലിക്കേഷൻ ഫീ കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പലരും അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് പോവാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് അവർ പോയേക്കുന്നത്. എക്സാം സിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലുണ്ട്. കേരളത്തിലെ എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രം വേണ്ടതാണല്ലോ. ഓക്കെ, ട്രിവാൻഡ്രം കാണുന്നില്ല കേട്ടോ. പൊതുവെ എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം ഉണ്ടാവാറുണ്ട്. ഇത് ഇവിടെ തിരുവനന്തപുരം കാണുന്നില്ല. എറണാകുളം, കോഴിക്കോടുമാണ് കാണുന്നത്. ഓക്കെ, ടയർ 2ന്റെ കേസിൽ നമുക്ക് അവിടെ ചോയ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതെന്തായാലും എറണാകുളത്ത് എന്തായാലും ഉണ്ടാവും ടയർ 2ന്റെ കേസിൽ.
ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് നമുക്ക് 10 days പ്രിയർ ടു ദി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. എക്സാം സിറ്റി എവിടെയാണെന്നൊക്കെ 2-3 ദിവസം മുന്നേ നിങ്ങൾക്ക് അത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇപ്പം അപ്ലിക്കേഷൻ പാറ്റേൺ സോറി എക്സാം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്തായാലും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെയാണ് പ്രൊവിഷണൽ സെലക്ഷൻ ഉണ്ടാവുക. സ്ക്രീനിങ് ടെസ്റ്റിന്റെ കേസിൽ എന്താ ടെസ്റ്റ് കോമൺ ടു ഓൾ പോസ്റ്റ് കോഴ്സ്, അതായത് ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ജനറൽ മാത്സ് 40 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 40 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്ക്, 2 hours ആണ് പറഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പം CBT ഫോർ പ്രൊവിഷണൽ സെലക്ഷൻ ആണെങ്കിലും ഒന്ന് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, രണ്ടാമത്തെ ടെസ്റ്റ് സ്പെസിഫിക് ടു ദി സബ്ജക്ട് ഓഫ് ദി പോസ്റ്റ് കോഡ്, അത് നിങ്ങളുടെ ടെക്നിക്കലി ഓക്കെ. പെർഫോമൻസിന്റെ കാൻഡിഡേറ്റ്സിന് പേഴ്സണൽ ടെസ്റ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ഹിസ് ഓർ ഹെർ സെലക്ഷൻ. Merit list of Tier 2 examination will be prepared on the basis of candidates' performance in Part 2, subject specific of Tier 2 examination. അതായത് ഇതായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, മറ്റേ ജസ്റ്റ് 20 മിനിറ്റ്സിന്റെ ടെസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോ ടെക്നീഷ്യന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ CBT ഫോർ സ്ക്രീനിങ് എന്താ കോമൺ ടു ഓൾ തന്നെയാണ് വരുന്നുണ്ടാവുക. പിന്നെ പ്രൊവിഷണൽ എന്താ നമ്മുടെ സ്പെസിഫിക് ടെസ്റ്റ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ എക്സാമും ഉണ്ടാവും. അത് 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്സും 90 മിനിറ്റ്സ്. അതെന്തായിരിക്കും നമ്മളുടെ ഒരു IT നിങ്ങൾ പേര് ട്രേഡ് ആണോ പഠിച്ചേക്കുന്നത് അതിനെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ സ്ക്രീനിങ് ക്രൈറ്റീരിയ 1:10 രീതിയിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആണെങ്കിൽ അവിടെ നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കാര്യങ്ങൾ സെലക്ഷൻ പ്രോസസ്സിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ മെയിൻ ആയിട്ട് ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പേജ് ലോഡ് ആയില്ല. എനിവേ നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.